ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു തക്കാളി രസമാണ്. വളരെ വെറൈറ്റി രുചിയിൽ ഈ തക്കാളി രസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മളിവിടെ ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, 5-8 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ മിശ്രിതം എടുത്ത് ഈ എണ്ണയിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ രസത്തിൻ്റെ കൂട്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 വലിയ തക്കാളി അരിഞ്ഞത് ഈ രസക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ അരപ്പെല്ലാം ഇതിൽ പിടിക്കത്തക്ക വിധം നന്നായി വഴറ്റി കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ വഴണ്ട് വരണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. തക്കാളി എല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പുപൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ചെറിയൊരു തിള വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക. ഇതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് മല്ലിയിലയും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ രസം തയ്യാറായി കഴിഞ്ഞ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.